ക്രിസ്ത്യൻ പള്ളിയിൽ മേഘാലയയിൽ അതിക്രമിച്ചു കയറിയിട്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചിരിക്കുന്നു മൈക്കിലൂടെ. എന്തിൻ്റെ ആവശ്യമാണത്? ഹിന്ദു രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുക്കലായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, മതം എന്ന് പറയുന്ന ഒരു ആയുധത്തെ, അത് ആയുധം തന്നെയാണ്. ഏറ്റവും മൂർച്ചയേറിയ, ഏറ്റവും കൂടുതൽ മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയുന്ന മാരകമായിട്ടുള്ള ആയുധമാണ് മതം എന്ന് പറയുന്നത്. അതെപ്പോഴും സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നാനാ വൈവിധ്യങ്ങൾ ഉള്ളൊരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. അതിൽ ഏകത്വം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം മതസൗഹാർദ്ദമായിട്ട് കഴിയുന്ന ഒരു നാടാണ്. ഇത് പലപ്പോഴും പല തരത്തിലുള്ള വിഷമഘട്ടങ്ങളും നമ്മുടെ രാജ്യം നേരിടേണ്ടി വന്ന കൃത്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒന്നിച്ച് നിന്നുകൊണ്ട് തെളിയിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ പണ്ട് മുതലേ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം, എന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഇവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അവരെ എപ്പോഴാണോ നമ്മൾ പറഞ്ഞു വിട്ടത്, അതിന് ശേഷവും ഈ മതത്തിൻ്റെ പേരിൽ വെറിപൂണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ മതത്തിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് ആൾക്കാരെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നും ജീവിക്കുന്നതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർഗീയ കൊലപാതകങ്ങളും അടിപിടികളും ഒക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെയൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇന്ന് കൃത്യമായിട്ട് വിദ്യാഭ്യാസ സമ്പന്നരായിട്ട്, അതല്ലെങ്കിൽ അല്ലാതെ തന്നെ ഈ പറയുന്ന അറിവുകൾ നേടിയിട്ടുള്ള ഒരു വിഭാഗം പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മതം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മതത്തെ വിശ്വസിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം പല തരത്തിലുള്ള മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നത്. എന്നിരുന്നാൽ പോലും മതത്തിനേക്കാളും ഏറ്റവും മുകളിൽ നമ്മുടെ നാട്ടുകാർ കാണുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യത്തെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ മനുഷ്യത്തെ നമ്മൾ കൂടുതൽ കാണുന്നത് കൊണ്ടാണ് കൊറോണയും പ്രളയവും ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നീ ഹിന്ദു ആണോ, നീ ക്രിസ്ത്യൻ ആണോ, നീ മുസ്ലിം ആണോ, എന്നാൽ നീ എൻ്റെ അടുത്ത് കിടക്കണ്ട, അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ കഞ്ഞി ഞാൻ കുടിക്കില്ല, അല്ലെങ്കിൽ നീ എന്നെ രക്ഷപ്പെടുത്തണ്ട എന്ന് പറയാതിരുന്നത്. അത്രയും മതഭ്രാന്ത് പിടിച്ച ആൾക്കാർ നമ്മുടെ ഇടയിലില്ല. കൃത്യമായിട്ട് നമുക്കറിയാം, നമ്മൾ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം വിശ്വാസമാണ്, അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. നമ്മൾ നമ്മുടെ മതത്തിനെ, ദൈവങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അതുപോലുള്ള മറ്റുള്ളവർക്കും വിശ്വാസങ്ങൾ കാണും. അവർക്കും അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ കാണും. അതിനെയും അതുപോലെ ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കഴിയുന്നവനാണ് അവൻ്റെ മതത്തിൽ വിശ്വാസം, യഥാർത്ഥ വിശ്വാസമുള്ളവനും അതിനെ ബഹുമാനിക്കുന്നവനും. അതല്ലാതെ എൻ്റെ മതം മാത്രമാണ് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, എൻ്റെ മതവിശ്വാസമാണ് ഇവിടെ വാഴേണ്ടത്, എൻ്റെ മതസ്ഥർ മാത്രമാണ് ഈ ലോകത്തിൽ കഴിയേണ്ടത് എന്ന് വിശ്വസിക്കുന്നവനെ മതഭ്രാന്തൻ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ, അവനെ വർഗീയവാദി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. അത് മതത്തിനോടുള്ള സ്നേഹമോ ആരാധനയോ ഇഷ്ടമോ ഒന്നുമല്ല. അത് മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള കുറുക്കൻ്റെ അല്ലെങ്കിൽ ചെന്നായയുടെ ചോര കുടിക്കാനുള്ള തന്ത്രം മാത്രമാണ്. ഈ തന്ത്രമായിട്ട് ഇന്നും കഴിയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സത്യത്തിൽ ഇതിൻ്റെ ഈ ഒരു വക്താവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും തോന്നിയാസപരമായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ, അത് അവരുടെ ആരാധനാലയമാണ്, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൻ്റെതാണ്, അവിടെ ചെയ്യേണ്ട ചില രീതികളുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, അമ്പലങ്ങളിൽ മണി മുഴക്കാറുണ്ട്, അല്ലെങ്കിൽ പൂജകൾ നടത്താറുണ്ട്, സപ്താഹങ്ങൾ നടത്താറുണ്ട്. പള്ളികളിൽ ഈ പറയുന്ന കണക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്, പാങ്കുവിളികളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ബൈബിളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ കുർബാനകൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പാതിരാ കുർബാന, രാത്രി കുർബാന ഒക്കെ നടത്താറുണ്ട്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഓരോ തരത്തിലുള്ള ഈ ക്രിസ്മസ് വന്ന സമയത്ത് ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്തയെ കൂടി അറിയുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും കാലങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ, അല്ലെങ്കിൽ അവരുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, പുൽക്കൂട് നശിപ്പിക്കുക, അല്ലെങ്കിൽ കേക്ക് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഓരോ ആഘോഷങ്ങളെ, അതായത് മതസമൂഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിലേക്ക് കുട്ടികളിലേക്ക്, വലിയവരുടെ ഉള്ളിലേക്ക്, സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കാൻ കുറച്ചധികം ആൾക്കാർ ഭയങ്കരമായിട്ട് പാടുപെടുന്നത് കാണുന്നത്. ഇത്രയും കാലം ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. അതായത് നമ്മളെപ്പോഴും ഈ പറയുന്ന ക്രിസ്മസ് വരുന്ന സമയത്തും ഓണം വരുന്ന സമയത്തും ബക്രീദ് വരുന്ന സമയത്തും ഒക്കെ നമ്മൾ ഒരുപോലെ ആഘോഷിക്കുകയും, എൻ്റെ വീട്ടിൽ അതാണ് നടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു 99% ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഓണം വരുന്ന സമയത്ത് ഹിന്ദു കുടുംബങ്ങളിൽ മാത്രമല്ല ഈ പറയുന്ന കണക്ക് സദ്യ ഉണ്ടാക്കുന്നത്, എല്ലാ കുടുംബത്തിലും ഇത്തരത്തിൽ സദ്യ കഴിക്കും, അല്ലെങ്കിൽ ആ പറയുന്ന മറ്റുള്ളവരുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ച് അങ്ങനെ പോയി കഴിക്കുന്നവരുണ്ട്. ക്രിസ്മസ് വരുന്ന സമയത്ത് നമുക്ക് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോകാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ക്രിസ്മസ് വരുന്ന സമയത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ആഘോഷിക്കാറുണ്ട്, പുൽക്കൂട് ഒരുക്കാറുണ്ട്, സ്റ്റാർ ഇടാറുണ്ട്, കേക്ക് മുറിക്കാറുണ്ട്. ഇനി ബക്രീദും അല്ലെങ്കിൽ പെരുന്നാൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബിരിയാണി കൊണ്ട് തരാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട്, ഓരോ മൂലകളിലായിട്ട് അവർ തന്നെ ഉണ്ടാക്കി പള്ളി കേന്ദ്രീകരിച്ചൊക്കെ മറ്റും ഇതുപോലെ
ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറായിട്ട് തരാറുണ്ട് ബിരിയാണി. ഇങ്ങനെയൊക്കെ എത്ര നാടുകളിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ നാടുകളിൽ വർഷങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെ കണ്ട് ശീലിച്ച് എനിക്ക് ഈ പറയുന്ന കണക്ക് മതത്തിനെ വേറിട്ട് കാണാനോ അല്ലെങ്കിൽ മതത്തിനകത്ത് വർഗീയത ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരെ കാണുന്ന സമയത്തോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും തോന്നത്തില്ല. കാരണം നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഒരിക്കലും പേര് നോക്കിയോ അല്ലെങ്കിൽ കൊന്തയിട്ടിട്ടുണ്ടോ പൂണൂലിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയല്ല സുഹൃത്തുക്കളായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ പോലും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ശീലിച്ചവരിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ എന്നതിന് ഉദാഹരണമാണ് ഈ മേഘാലയയിൽ പള്ളിയിൽ നടന്ന സംഭവം എന്ന് പറയുന്നത്. അതെന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പം അമ്പലം പൊളിക്കുന്നു, പള്ളിയാക്കുന്നു, പള്ളി പൊളിക്കുന്നു, അമ്പലമാക്കുന്നു, എന്തൊക്കെയോ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവിടെ എന്താണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോടെ കഴിയാനുള്ള എല്ലാ സ്വഭാവത്തിലും അല്ലെങ്കിൽ എല്ലാ രീതിക്കും വളർന്ന ആൾക്കാർ തന്നെയാണ്, വിവേകത്തോട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് വിഷം കുത്തിവെക്കുക, സിറിഞ്ചിൽ കുത്തുന്നത് പോലെയാണ് കുത്തിവെക്കുന്നതെന്ന് പറയുന്നത് ഓരോ വിഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലവരിലെങ്കിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള ആരുടെയോ കുബുദ്ധിയാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകുമോ അപ്പോൾ മാത്രമേ ഇതിനൊക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ജയ് ശ്രീറാം വിളിച്ചോളൂ. എന്തിനാണ് ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവം തന്നെയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. ആ ശ്രീരാമൻ്റെ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ശ്രീരാമനെ പഴിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു രൂപമാണ്, മനുഷ്യരൂപമാണത്, മനുഷ്യ അവതാരമാണതെന്ന് പറയുന്നത്. വിഷ്ണു എന്ന് പറയുന്ന ഭഗവാന്റെ ഞാൻ എൻ്റെ ആരാധനയിലും എൻ്റെ അനുഷ്ഠാനങ്ങളിലും എൻ്റെ വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ആ ഒരു ദൈവത്തിൻ്റെ പേരിൽ പഴി കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് മുറിപ്പാടുണ്ടാകും. കാരണം ഞാൻ ആ ദൈവത്തിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ, യേശുവിനെ ക്രിസ്ത്യൻസ് ആരാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ മുസ്ലിംസും ആരാധിക്കുന്നുണ്ട്. അപ്പം ഈ ഓരോരുത്തരുടെയും നമ്മുടെ വിശ്വാസങ്ങളെ കുത്തി മുറിപ്പെടുത്തി കഴിഞ്ഞാൽ, വ്രണമാക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ നമ്മുടെ ദൈവത്തിനെ പഴികേൽപ്പിക്കുന്നത് കേൾക്കുന്ന സമയത്ത് തെറി വിളിച്ചോ ആൾക്കാർ. കാരണം ആ ദൈവം പോലും ഒന്നും അറിയുന്നില്ല, ആ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ആ ദൈവത്തിനെ പഴികേൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ച ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആ ദൈവത്തിനെ സ്നേഹിക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ ആ മതത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാരോ അല്ല. സ്വന്തം മതത്തിനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുവൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് മറ്റൊരു മതത്തിൻ്റെ വിലയും ആ മറ്റൊരു മതത്തിലെ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ആരാധനയും അല്ലെങ്കിൽ കാര്യങ്ങളെയും ഒന്നും തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ദോഷം വരുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാനോ കഴിയില്ല. ഇവിടെ ഇത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവൻ ജനിച്ച സമുദായത്തിനെ പോലും അവൻ ബഹുമാനിക്കാത്ത ഒരുത്തനായിരിക്കും. അങ്ങനെയുള്ളൊരു വിഷയത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിനെ നിന്ദിക്കില്ല അല്ലെങ്കിൽ ആ ദൈവത്തിനെ കുറ്റം പറയാം. കാരണം ഞാൻ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഇനി മനഃപൂർവ്വം ഐഡിയ ഉണ്ടാക്കിയിടുന്നതാണെന്ന് എനിക്കറിയത്തില്ല, ചിലവരെങ്കിലും വന്ന് ചീത്ത വിളിക്കുന്നത് കാണാറുണ്ട് ഈ ദൈവത്തിനെ. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നികൃഷ്ടമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയെങ്കിലും ആ ഒരു കാര്യം സ്വയം ബോധപ്പെടുത്താൻ ചിലപ്പോൾ അവർ തന്നെ ചെയ്യുന്നതാണോന്നും അറിയത്തില്ല. പറഞ്ഞില്ലേ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ദൈവത്തിന് നമ്മൾ എന്ത് വില കൊടുക്കുന്നോ ആ വില മറ്റൊരു ദൈവത്തിനും നമുക്ക് കൊടുക്കാൻ, ബഹുമാനം കൊടുക്കാൻ കഴിയണം. പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ബഹുമാനം കൊടുക്കണം, അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരും അങ്ങനെയാണ് എന്നുള്ള സംഭവം. അത് കൊടുത്തില്ലെങ്കിൽ സ്വന്തം മതത്തിനെയും സ്വന്തം ദൈവത്തിനെയും നിന്ദിക്കുന്നവൻ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും മതത്തിനെ ഈ പറയുന്ന നല്ലത് കേൾപ്പിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. നാടിനെ നശിപ്പിക്കുക, ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക, അവർക്ക് മറ്റെന്തോ ഇവിടെ സ്ഥാപിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ ഇതൊക്കെ.